ഇതിവിടെ വല്യമ്മയൊക്കെ പറഞ്ഞത് പാലമരം എന്നാണേ. ആ, ഇതാണ് പാലപ്പൂവെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വിരിഞ്ഞതാണ്. അതാണ് ഈ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവ്. പാലപ്പൂവെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ മൊട്ടുകൾ കണ്ടോ, ഇങ്ങനെ കൂട്ടത്തോടെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ബഞ്ചിൽ ഒരെണ്ണമൊക്കെ ആയിരിക്കും ഒരു ദിവസം വിരിയുക. ഇത് അടുത്താണ്. അങ്ങനെ ഇന്നിപ്പോൾ 3 പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ചെറിയ മരം ആയതുകൊണ്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകാറില്ല, പക്ഷെ ഉണ്ടാവും. ഇന്നലെയൊക്കെ ഉണ്ടായി, കൊഴിഞ്ഞു പോയി. അപ്പം ഞാനിത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇത് പാടത്താളി എന്ന് പറയും. ഇത് കൊച്ചുകുട്ടികളില്ലേ, അവരുടെ തലയിൽ ഇങ്ങനെ സ്കിൻ ഇളകാതെ ഇരിക്കുമ്പോൾ ഇത് തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആ സ്കിൻ ഇളകിപ്പോവും. അത് ജനിക്കുന്ന കുട്ടികളുടെ തലയിൽ ഇങ്ങനെ സ്കിൻ ഉണ്ടാവില്ലേ, അത് തേച്ച് മാറ്റാനായിട്ട് ഇത് ഉപയോഗിക്കും. ഞാനിതിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഇത് തിക്ക് ജെല്ലി പോലെ ഉണ്ടാവുമേ. അത് നല്ലതാണ്, നല്ല തണുപ്പാണ് തലയ്ക്ക്. ഇനി അതിൻ്റെ ഇടയിലായിട്ട് അതേ നോക്കി ഒരു വയണച്ചെടിയുണ്ട്. ഈ നമുക്ക് വയണപ്പൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള വയണച്ചെടി. ഇവർ 3 പേര് ഒരുമിച്ചാണ് നിൽക്കുന്നത്. വളരെ തിക്ക് ഫ്രണ്ട്സാണ്. ഇതൊരു